ഇതെൻ്റെ ഫസ്റ്റ് വ്ളോഗാണ് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് യൂട്യൂബിൽ വീഡിയോസ് ഇടുന്നത്, അത് ഓൺ വോയിസിൽ. അപ്പോൾ ഇന്ന് ഞങ്ങൾ പോകുന്നത് ആവണങ്ങാട്ട് കളരിയിലേക്കാണ്. കുറേ നാളായിട്ടുള്ള ആഗ്രഹമായിരുന്നു കേട്ടോ, ഇപ്പോഴാണ് സാധിച്ചത്. ഒരു 2.5 വർഷമായിട്ട് ഞാൻ ഒരു വിഷ്ണുമായ ഭക്തയാണ്. അപ്പോൾ ഇന്നാണ് എനിക്ക് സ്വാമിയായിട്ട് നേരിട്ട് കാണാനൊരവസരം സ്വാമിയായിട്ട് വിചാരിച്ച് ഒരുക്കിയത്. അപ്പോൾ ഞങ്ങളിങ്ങനെ പോകുന്ന വഴിക്ക് വൈകുന്നേരമാണ് കേട്ടോ ഞങ്ങൾ ഇറങ്ങിയത്. അപ്പോൾ ഉച്ചയ്ക്കൊന്നും കഴിക്കാത്തത് കൊണ്ട് ഞങ്ങൾ പോകുന്ന വഴിക്കൊരു ചായക്കടയിൽ നിർത്തി ചായ കുടിച്ചു. കാരണം ഉച്ചയ്ക്ക് ഞങ്ങൾക്ക് രാവിലെ പോകാനാണ് ശരിക്കും ഞങ്ങൾ ഇരുന്നത്. അപ്പോൾ രാവിലെ അത് നടക്കാത്തത് കൊണ്ട് ഒരു വണ്ടി റെഡിയാക്കേണ്ട കേസ് ഉണ്ടായിരുന്നു. ആ വണ്ടിയൊക്കെ റെഡിയാക്കി വന്നപ്പോൾ കുറച്ച് ലേറ്റായി. എങ്കിൽ പിന്നെ വൈകുന്നേരം പോയി ദീപാരാധന തൊഴാം എന്ന് വിചാരിച്ചു. എന്തായാലും ഇറങ്ങിയല്ലേ, അപ്പോൾ ഇതുപോലെ എപ്പോഴും പറ്റിയെന്ന് വരില്ലല്ലോ. അങ്ങനെ അവിടുന്ന് ഞങ്ങൾ വണ്ടി കയറിയപ്പോൾ കുറേശ്ശെ മഴ ഓടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ചില തൃശ്ശൂർ അടുക്കും തോറും മഴ പെയ്ത് കൂടിയും കുറഞ്ഞ് അങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അമ്പലം എത്തുന്നതിന് മുന്നെയാണ് കേട്ടോ പെരിങ്ങോട്ടുകര ദേവസ്ഥാനം ഉള്ളത്. അപ്പം ഞാൻ ഇതുവരെ വീഡിയോസിൽ റീൽസിൽ മാത്രമേ ഈ ക്ഷേത്രം കണ്ടിട്ടുള്ളൂ. ആദ്യമായിട്ട് നേരിട്ട് കാണുന്നത്. ഇത്രയും അടിപൊളിയായിട്ടൊരു ക്ഷേത്രം ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഒരു കാണുമ്പോൾ തന്നെ ഫുള്ള് ഗോൾഡ് കളറിൽ മുങ്ങി നിൽക്കുന്നു. പക്ഷെ ഞങ്ങൾക്ക് കയറാനുള്ള സമയമില്ലായിരുന്നു. കാരണം നമ്മൾ ആവണങ്ങോട്ട് നേർച്ചയുണ്ട്, നമുക്കവിടെ ചെന്ന് വഴിപാടിടണം, വഴിപാട് ചെയ്യണം. പോയിട്ട് തിരിച്ചു വരുമ്പോൾ കയറാമെന്നുള്ള പ്ലാനിലാണ് നമ്മൾ ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ മുന്നോട്ടേക്ക് വരുമ്പോൾ ഇതേപോലെ തന്നെ സെയിം പെരിങ്ങോട്ടുകര ക്ഷേത്രത്തിൻ്റെ ബാക്കി, ഇത് ക്ഷേത്രമാണോ അതോ എന്താണെന്ന് നമുക്ക് മനസ്സിലായില്ല. ഇനി കാര്യാലയമാണോ അങ്ങനെയും മനസ്സിലായില്ല. ഒരെണ്ണം എന്തോ ഓഫീസാണെന്ന് തോന്നുന്നു. പക്ഷേ ഇപ്പുറത്ത് അതുപോലെ തന്നെ അമ്പലമാണോ എന്നും കൂടെ ഡൗട്ടുണ്ട് കേട്ടോ. എന്താണെന്ന് ശരിക്കും നമുക്ക് മനസ്സിലായില്ല. ആദ്യമായിട്ടാണ് നമ്മളിവിടെ വരുന്നത്. ഒരുപാട് പേരുടെ അടുത്ത് ചോദിച്ചാണ് എങ്ങനെയാണ് എന്താണെന്നൊക്കെ ചോദിച്ചാണ് വരുന്നത്. അപ്പോൾ നമ്മളൊരു 6 മണി കഴിഞ്ഞ സമയത്ത് നമ്മളിവിടെ വന്നു കേട്ടോ. 6 മണി 6:30 അടുക്കാറായി. നമുക്ക് പാർക്ക് ചെയ്യേണ്ട എവിടെയാണെന്നും അറിയില്ല. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പറഞ്ഞ് നോക്കിയാണ് വന്നത്. അപ്പോൾ സ്ഥലം കണ്ടു, കുറേ പേര് വണ്ടി ഇട്ടേക്കുന്നത്. അപ്പം തന്നെ അവിടെ തന്നെ പാർക്ക് ചെയ്യാമെന്ന് വിചാരിച്ച് ഞങ്ങൾ അകത്ത് കയറി. അവിടുന്ന് അപ്പോഴും മഴ പൊടിക്കുന്നുണ്ട് കേട്ടോ, കുറേശ്ശെ മഴ പെയ്യുന്നുണ്ട്. കാരണം എൻ്റെ പാവാട ബ്ലൗസൊക്കെ ഏകദേശം കുറേ ഇങ്ങനെ മഴ കൊണ്ടുണ്ട്. പിന്നെ വണ്ടിയിലിരിക്കുന്ന കാറ്റ് കൊണ്ട് ഉണങ്ങും. അങ്ങനെയാണ് കേട്ടോ. അവിടുന്ന് ഞങ്ങൾ ഇറങ്ങി പുറത്ത് വന്നു. അപ്പോൾ ചെരുപ്പ് എവിടെ ഇടേണ്ടതെന്ന് ഒരു പിടുത്തമില്ലായിരുന്നു. പിന്നെ നടന്നു വന്നപ്പോൾ ഇറങ്ങി വരുന്ന ആൾക്കാർക്ക് ചെരുപ്പില്ല. അപ്പോൾ പിന്നെ ഞങ്ങൾ അവിടെ തന്നെ ചെരുപ്പ് സൈഡിൽ ഒതുക്കി കേട്ടോ. പക്ഷേ കയറുന്ന അവിടെ തന്നെ റൈറ്റ് സൈഡിൽ ചെരുപ്പ് വെക്കാൻ പറ്റുമായിരുന്നു. അത് ഞങ്ങൾ അകത്തോട്ട് കയറിയതിന് ശേഷം മനസ്സിലാക്കിയത്. പിന്നെ ഞങ്ങൾ നേരെ അതിൻ്റെ ഫ്രണ്ടിൽ വന്നു. അപ്പോൾ അവിടെ നിന്ന് കുറേ ഫോട്ടോ വീഡിയോ അതൊക്കെ എടുത്തു കേട്ടോ. അത് കഴിഞ്ഞ് നേരെ അകത്തേക്ക് ഞങ്ങൾ കയറി കേട്ടോ. നേരെ ആ കവാടത്തിനുള്ള ഫുള്ള് ഇത് പുറത്തെ ഒരു ഭാഗം മാത്രമാണ്. ഇവിടുന്ന് നേരെ അകത്ത് കയറുക. അവിടെ എങ്ങനെയാണ് വഴിപാട് കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. അതുകൊണ്ട് ഞാൻ അവിടെ ഫസ്റ്റ് ആയതുകൊണ്ട് കൗണ്ടറിൽ ചോദിച്ച് വെള്ളാട്ട് കർമ്മം, അതാണ് പ്രധാന വഴിപാട്, വെള്ളാട്ട്. അപ്പോൾ അത് രസീത് എഴുതി. അത് ഇനി സെപ്റ്റംബറിലേക്കേ ഉള്ളൂ. എന്നാലും ഞാൻ എഴുതിച്ചു. അപ്പോൾ സെപ്റ്റംബർ 10-ാം തീയതി രാത്രി വരണമെന്നാണ് അവർ പറഞ്ഞത്. ശരി, അങ്ങനെ അവിടെ വന്ന് പിന്നെ തൊഴുതു. അകത്തെല്ലാം പോയി തൊഴുത്. ആ സമയത്ത് അവിടെയൊന്നും ക്യാമറ അലൗഡല്ല കേട്ടോ. ഇവിടെയൊക്കെ നമുക്ക് പിടിക്കാം, കുഴപ്പമില്ല. പക്ഷേ നമുക്ക് ഉള്ളിലോട്ട് കയറ്റൂല. പിന്നെ ഞങ്ങളവിടെ കുറേ നേരം ഇരുന്നു, മഴയൊക്കെ കണ്ട്. ആ സമയത്ത് കറണ്ട് പോയി വന്നു. പിന്നെ കുറേ ആൾക്കാർ തൊഴാൻ വന്ന, ആദ്യമായിട്ട് വരുന്നവർ, അല്ലാത്തവർ. ഞങ്ങളെങ്ങനെ പോകുന്ന കാര്യം എങ്ങനെയാണെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക. ഇങ്ങനെ മഴ പെയ്യുമ്പോൾ ബൈക്കിൽ പോകുന്നത് ഒന്നാമത് ഇടി വെട്ടുന്നുണ്ട്, കൊള്ളിയാമിന്നലുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് മഴ കാണുമ്പോൾ തന്നെ വിറയ്ക്കുന്ന ഒരാളാണ് വേവി. അവന് മഴ ഒട്ടും പറ്റൂല, അവനിങ്ങനെ നിൽക്കുക. അതുകൊണ്ട് അതുമാത്രമല്ല, നമ്മുടെ ഒരു പ്രത്യേക ഒരു കാഴ്ച അവിടെ ഉണ്ട് കേട്ടോ. ഞങ്ങളിങ്ങനെ നിന്നപ്പോഴത്തേനാണ് അവിടെ സെക്യൂരിറ്റി ചേട്ടൻ്റെ കൂടെ പൂച്ച സാറ് ഇരിക്കുന്നുണ്ട്. പുള്ളി നനവൊക്കെ ഇങ്ങനെ തട്ടിത്തുടങ്ങി ഇരിക്കുക. അപ്പോൾ അവിടെ നിന്ന് എല്ലാവരും പോയി കേട്ടോ. ലാസ്റ്റാണ് ഞങ്ങൾ ഇറങ്ങി അവിടുന്ന്. പിന്നെ ഞങ്ങൾ കുറേ മഴ നനഞ്ഞ്, മഴയായതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല വണ്ടിയിൽ. അവിടുന്ന് മുന്നോട്ട് വന്നൊരു കോഫി ഷോപ്പിൽ കയറി ചായ കുടിച്ചു. അങ്ങനെ ചായ കുടിച്ച്, ഇതൊരു തിയേറ്ററിൻ്റെ ഫ്രണ്ടിലുള്ള കോഫി ഷോപ്പാണ് കേട്ടോ. അത്യാവശ്യം കുറേ വെറൈറ്റി സ്നാക്സ് ഉണ്ട് അവിടെ, ഇഷ്ടം പോലെ. ഞാൻ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത വെറൈറ്റി സ്നാക്സൊക്കെ അവിടെ ഉണ്ട്.
അങ്ങനെ ഞങ്ങൾ കുറച്ച് ചായയൊക്കെ കുടിച്ചിട്ട് വർത്താനമൊക്കെ പറഞ്ഞ് കുറേ നേരം അവിടെ നിന്ന് മഴയൊന്ന് കുറയാൻ വേണ്ടിയിട്ട്. കുറേ നേരം നിന്ന് അത്യാവശ്യം മഴ കുറഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ അവിടുന്ന് വണ്ടിയെടുത്ത് കുറച്ച് മുന്നോട്ടേക്ക്, അവിടുന്ന് പിന്നെയും കുറച്ചും കൂടെ ഇങ്ങോട്ട് വന്നപ്പോൾ വേറൊരു ചെറിയ കടയുണ്ടായിരുന്നു. ആ കടയുടെ ഫ്രണ്ടിൽ വന്നിട്ട് ഞങ്ങൾ ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങൾക്ക് ചായ കൂടി മസ്റ്റാണ് കേട്ടോ. ഞങ്ങൾ ഒരു മാസത്തിൽ ശരിക്കും പറഞ്ഞാൽ മിക്കവാറും ഒരു 100 തവണയെങ്കിലും ഞങ്ങൾ ചായ കുടിക്കാൻ പോകും. ഒരു മാസം ഉണ്ടെങ്കിൽ ഞങ്ങളൊരു 100 തവണ വീട്ടിൽ ഇരിക്കുമ്പോൾ പുറത്ത് പോയി, നമുക്ക് വീട്ടിലെ ചായ കുടിച്ചാലും വെളിയിൽ പോയി ചായ കുടിക്കണം. അങ്ങനെയാണ്. അവിടുന്ന് നമ്മളിങ്ങോട്ട് കൊടുങ്ങല്ലൂർ വന്നു കഴിഞ്ഞപ്പോൾ അവിടെ ഒരു ഹോട്ടലുണ്ട് കേട്ടോ. അവിടെ തട്ടുകട, വെളിയിലത്തെ തട്ടുകടയാണ്. കാരണം നമുക്ക് എനിക്ക് ദോശ കഴിക്കണം എന്നുള്ള ആഗ്രഹം പറഞ്ഞിരിക്കുകയായിരുന്നു. അപ്പോൾ തട്ടുകട നോക്കി വന്നപ്പോൾ ദോശ ഉണ്ടെന്ന് വിചാരിച്ചൊരു കടയുടെ ഫ്രണ്ടിൽ ഇറങ്ങി. അപ്പോൾ നമ്മളവിടെ കയറി ചോദിച്ച്, അപ്പോൾ കയറി അകത്തിരുന്നപ്പോഴാണ് ദോശ ഇല്ലെന്ന് ഞങ്ങൾ അറിഞ്ഞത്. പിന്നെ എന്ത് ചെയ്യാൻ പറ്റും, വേറെ ഇനിയിപ്പോൾ മുന്നോട്ട് പോകുമ്പോൾ മഴയാണെങ്കിൽ പറ്റൂലല്ലോ. ഇതൊക്കെ പറഞ്ഞ് ഞങ്ങൾ വല്യാരത്തിൽ അവിടെ കയറി ഇരുന്ന് അവനൊരു ബിരിയാണി ഹാഫും ഞാൻ ഇടിയപ്പോൾ കറിയാണ് പറഞ്ഞത്. ചിക്കൻ കറി പറഞ്ഞിട്ട് അവർ ചിക്കൻ പാർട്സ് കറിയാണ് കേട്ടോ തന്നത്. അപ്പോൾ എന്തായിരുന്നാലും അത് കഴിക്കാമെന്ന് വിചാരിച്ച് കഴിച്ചു തുടങ്ങിയതാണ്. ഫുള്ള് മണ്ണെന്ന് പറഞ്ഞാൽ മണ്ണ് കറി വെച്ചാൽ അത് ചിക്കൻ ഇട്ടതാണോ അതോ ചിക്കൻ കറിക്കകത്ത് മണ്ണാണോ എന്ന് അറിയാൻ പറ്റില്ല. അമ്മാതിരി സാധനം. ഒരു വിധത്തിലാണ് ഞാൻ കുറച്ചെങ്കിലും കാശ് കൊടുത്ത് വാങ്ങിക്കുന്നതിൻ്റെ ആ ഒരു വിഷമം കൊണ്ട് കുറച്ചെങ്കിലും കഴിച്ച്. എന്നിട്ട് എനിക്ക് ഇറങ്ങുന്നില്ല. ഞാൻ പിന്നെ ആ ഇടിയപ്പം കൂടെ അവന് ഇട്ട് കൊടുത്ത് അവനെ കൊണ്ടാണ് കഴിപ്പിച്ചത്. സത്യം പറഞ്ഞാൽ എനിക്ക് ഇടിയപ്പം ഇഷ്ടമുള്ളൊരു സാധനമാണ് കേട്ടോ. എന്നിട്ട് എനിക്ക് കഴിക്കാൻ പറ്റാത്തതിൻ്റെ വിഷമമായിരുന്നു. അവിടെ ഞങ്ങൾ കഴിച്ചിട്ടിറങ്ങിയപ്പോൾ മഴ. പിന്നെ ഏകദേശം തീരുമാനമായി മഴയുടെ കാര്യത്തിൽ. ഇനിയിപ്പോൾ നനയാൻ വീട് വരെ. അവിടുന്ന് പിന്നെയും ഉണ്ട് കേട്ടോ. ഞങ്ങൾ കളമശ്ശേരിയിലാണ് താമസിക്കുന്നത്. അപ്പോൾ അവിടുന്ന് ഞങ്ങൾ പിന്നെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഇതാ വീട്ടിൽ വന്ന് കയറിയപ്പോൾ നല്ല മഴയുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഇനി കാണാം കേട്ടോ.